നമസ്കാരം. ഡോക്ടേഴ്സ് ഇന്ന് പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ണീർ തോരാത്ത ഒരു അമ്മയുടെ സങ്കടകഥയാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ആ സങ്കടകഥ എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫേമസ് വയലിനിസ്റ്റ് ആയിരുന്ന ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ ഏൽപ്പിച്ചാണ് അദ്ദേഹം യാത്രയായത്. അദ്ദേഹത്തിന്റെ 5 വർഷം മുമ്പ് നടന്ന മരണത്തെ ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതിന് കാരണം ഒരാഴ്ച മുൻപ് പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ കവർച്ച ചെയ്ത കേസിൽ ആ പ്രതികളെ സംരക്ഷിക്കുവാൻ അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളും മറ്റ് കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഈ വിഷ്ണു ആയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുന്നതും ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ച് മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് ഈ കേസിനെ എത്തിക്കുന്നതും. ഈ കേസ് ഇതിനു മുൻപ് CBI അതുപോലെ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഇതൊരു ആക്സിഡന്റ് മരണമാണെന്നാണ് തെളിഞ്ഞത്. അതുപോലെ തന്നെ CBI അന്വേഷിച്ചിട്ടും അവർക്ക് ഇതേ നിലപാടിൽ എത്താനാണ് സാധിച്ചത്. പക്ഷേ ഈ അർജുന്റെ അറസ്റ്റോട് കൂടി ഈ കേസിന് പുതിയൊരു തുമ്പ് നിലവിൽ വരികയാണ്. സ്വർണ്ണക്കടത്തിന്റെയും അതുപോലെ ഈ കള്ളക്കടത്തിന്റെയും ബാക്കിൽ വർക്ക് ചെയ്യുന്നത് ഈ വിഷ്ണുവും അതുപോലെ തന്നെ തമ്പി എന്നൊരാളുമാണ്. അപ്പം അന്ന് നമുക്ക് ഈ വിഷ്ണുവിനെ സംശയമുണ്ടായിരുന്നു. അത് ആരും ഗൗനിച്ചില്ല. ബാലഭാസ്കറിന്റെ കുറെ ബന്ധുക്കളൊക്കെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ CBIയും അതുപോലെ ക്രൈംബ്രാഞ്ചൊന്നും അത് കണക്കിലെടുത്തില്ല. ഈ വിഷ്ണുവിനെ കുറ്റവാളിയല്ലാന്ന് മുദ്രകുത്തി അവര് സംരക്ഷിക്കുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. പെരിന്തൽമണ്ണയിൽ നടന്ന ഈ കവർച്ച കേസിൽ ഈ പ്രതികളെ സംരക്ഷിച്ചതും ഇതിന് ആസൂത്രിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും ഈ വിഷ്ണുവാണ് എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാലഭാസ്കറിന്റെ ഈ മരണത്തിലും ഒരു സ്വർണ്ണക്കടത്തിന്റെ ചുവയുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തിന്റെ പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങനെ ഒരു ആക്സിഡന്റ് അവിടെ ഉണ്ടാക്കിയതും അവർക്ക് ഈ സ്വർണം ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർണം ഇവിടുന്ന് അവരുടെ വണ്ടിയിൽ നിന്നും മാറ്റുവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ആക്സിഡന്റ് സൃഷ്ടിച്ചതും അതുപോലെ തന്നെ ബാലഭാസ്കറിനെ ഈ ആക്സിഡന്റ് വഴി കൊലപ്പെടുത്തുന്നത് എന്നാണ് നമുക്ക് തെളിയുന്നത്. ഈ പുതിയ വഴിത്തിരിവിലേക്ക് ഈ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ഏതൊക്കെ തലങ്ങളിലേക്ക് എത്തുമെന്ന് നമുക്കറിയില്ല. എങ്കിലും പുതിയൊരു അന്വേഷണം വരുവാൻ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ബാലഭാസ്കറിന്റെ അമ്മ ഇന്ന് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ബാലഭാസ്കറിന്റെ അമ്മ സംസാരിച്ച കാര്യങ്ങളിലും ഈ തമ്പിയെയും അതുപോലെ വിഷ്ണുവിനെയുമാണ് കൂടുതൽ സംശയിക്കുന്നത്. ബാലഭാസ്കറിന്റെ കൂട്ടുകാരാണ് അവരെ പല തലങ്ങളിലേക്ക് എത്തിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചതും എന്നാണ് ഈ അമ്മ പറയുന്നത്. ബാലഭാസ്കറിന്റെ കൂട്ടുകാരാണ് ബാലഭാസ്കറിനെ വഴി തെറ്റിച്ചതും അതുപോലെ അവരുമായുള്ള അടുപ്പം ഇല്ലാതാക്കിയതും ഈ ബാലഭാസ്കറിന്റെ കൂട്ടുകാരാണെന്നാണ് ഈ അമ്മ ആരോപിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ബാലഭാസ്കറിന്റെ കൂട്ടുകാർ പറഞ്ഞിരുന്നത് അമ്മ ബാലഭാസ്കറിന് തീരെ സപ്പോർട്ട് അല്ല എന്നും അച്ഛനാണ് സപ്പോർട്ട് ഉള്ളതെന്നുമാണ് അന്ന് ബാലഭാസ്കറിന്റെ കൂട്ടുകാർ പറഞ്ഞിരുന്നത്. പക്ഷെ അത് പച്ചക്കള്ളമാണെന്നും ഈ അമ്മയ്ക്കൊരു ജോലി ഉള്ളത് കൊണ്ടും ബാലഭാസ്കറിനെ പഠിപ്പിച്ചതും ബാലഭാസ്കറിന്റെ ഒരു പെങ്ങളുണ്ട്, അവരെ പഠിപ്പിച്ചതുമല്ല ഈ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ കാര്യങ്ങളും മറ്റും നോക്കിയിരുന്നത് ഈ അമ്മയാണ്. അമ്മയുടെ ചെലവിലാണ് ഈ മക്കളെല്ലാം വളർത്തിയതും 10ാം ക്ലാസ് വരെ അമ്മ പഠിപ്പിച്ചതും ട്യൂഷൻ പോലും വിടാതെ അമ്മയാണ് 10ാം ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിച്ചത് എന്നാണ് ഈ അമ്മ അവകാശപ്പെടുന്നത്. അച്ഛനും ജോലി ഉണ്ടായിരുന്നു എങ്കിലും വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഈ അമ്മയാണ് ക്യാഷും പൈസകളെല്ലാം ചെലവാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ബാലഭാസ്കർ കല്യാണം കഴിച്ച സമയത്ത് മറ്റൊരു വീടെടുത്ത് താമസിക്കുകയും മറ്റൊരു വീടെടുക്കുവാൻ ഇവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് വീടെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വീടെടുത്ത് കൊടുക്കുവാനും അതിനുള്ള പൈസ കൊടുത്തതും ഈ അമ്മയാണ്. അമ്മ ബാക്കിൽ നിന്നും ഒരു പിൻബലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ അമ്മ ഇവരെ സഹായിക്കുകയായിരുന്നു. അതൊന്നും ഈ ബാലഭാസ്കർ അറിഞ്ഞിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് ഈ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും പൂർണ്ണമായിട്ടും. ഈ അമ്മയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. സഹോദരനെങ്കിലും ഒരു കൂട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ഇല്ലാതായി. ആളെ ഇല്ലാതായി, സംഗീതമില്ലാതായി, കുടുംബത്തിലൊന്നുമില്ലാതായി. അവസാനം അവനും ഇല്ലാതായി, സമാധാനത്തിനുണ്ടായിരുന്ന സംഗീതം അതുകൊണ്ടില്ലാതായി. പിന്നെ ആർക്ക് വേണ്ടി എങ്കിലും ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ച് മകൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നു. അവളും ഇപ്പം ഇല്ലാതായി. എല്ലാം കൊണ്ടും പോകാം എന്നുള്ള ഒരു രീതിയിലായി. പക്ഷേ പോകുന്നതിന് മുമ്പ് ഇത്രയും നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കിയ, വർഷങ്ങളോളം നമുക്ക് മനപ്രയാസം ഉണ്ടാക്കിയ ഈ സംഭവത്തിലെ ദുരൂഹതകളൊക്കെ ഒന്ന് അറിയണം. കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എന്തായിരുന്നു നടന്നിരുന്നതെന്ന് അറിയണമെന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു തെറ്റിയും ആരോപിക്കുന്നത് പോലെ അമ്മ ഒരു ദുഷ്ടകഥാപാത്രമായിരുന്നില്ല. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും നന്മ മാത്രം ആഗ്രഹിച്ച് ജീവിച്ച, വിവാഹം കഴിഞ്ഞു പോയിട്ട് പോലും
ആ കിടന്ന് അനുഭവിക്കട്ടെ എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല. അതൊക്കെ കുട്ടികളുടെ എന്തോ ഒരു ട്രാപ്പാണ്. എല്ലാവരും 20ഉം 22ഉം വയസ്സായ ആളുകൾക്ക് അവനെ പെട്ടെന്നൊരു കല്യാണം കഴിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനായിരുന്നു? മനസ്സിലായില്ല. അപ്പം എന്തിനെങ്കിലും ഇപ്പം തോന്നുന്നു എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ആയിരിക്കും ചെയ്തത്, കൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്യണമായിരുന്നായിരിക്കും. പിന്നെ ഈ പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കയ്യിൽ കാണും. അവനെ കുറച്ച് ദൂരെ മാറി, മനസ്സിലായാലും യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ആകുമ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന അമ്മ എൻ്റെ മകളുടെ ആരോഗ്യ പ്രശ്നം ഒരുപാട് 10-28 പ്രാവശ്യം മകളെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒരു സർവീസ് ജോലി ഉണ്ടായിരുന്ന ഒരമ്മയ്ക്ക് കുറേ 5 മാസം വരെ കിടന്ന സന്ദർഭമുണ്ട് മോളുമായിട്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ഛൻ്റെ സ്ട്രോക്ക്. അതിന് മുമ്പ് അച്ഛന് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഒന്ന് 3 മാസം, അൾസർ അതുപോലുള്ള അസുഖം. അപ്പം പിന്നെ എൻ്റെ അമ്മയ്ക്ക് അസുഖം വന്നാൽ അപ്പം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ സർവീസ്, ആ ജോലി കളയാതെ നോക്കണം. മക്കളുടെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞില്ല, 10ാം ക്ലാസ് വരെയുമുള്ള, ചെറിയ ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയും എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം ഞാൻ തന്നെയാണ് ശ്രദ്ധിച്ചത്. ഇപ്പം എല്ലാ അമ്മമാരും പല സ്ഥലത്തും ട്യൂഷന് വിടുകയാണല്ലോ, ഓരോ വിഷയം ഒന്ന് കണക്കാക്കി. അപ്പം അതൊന്നും ഞാൻ ആരെയും അന്വേഷിച്ചിട്ടില്ല. 10ലെത്തിയപ്പോൾ എനിക്ക് പറ്റാത്ത മാത്തമാറ്റിക്സ്, സയൻസ് അങ്ങനെ 1-2 വേണ്ടി വെച്ചിട്ടുണ്ടെന്നല്ലാതെ ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പം ഈ അമ്മയായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഈ പഴയ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നതാണ്. പിന്നെ വിവാഹശേഷമായാലും പിന്നെ വീട്ടിലേക്ക് വരട്ടെ എന്ന് അവൻ അച്ഛനോട് ചോദിച്ചു. അപ്പം വീട്ടിലോട്ട് വരണ്ടെന്ന് ആദ്യമേ വീട്ടിലെ സാഹചര്യം പറഞ്ഞു, ഈ മോളുടെ കാര്യം പറഞ്ഞു. പിന്നെ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ബന്ധം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറ്റത്തില്ല വീട്ടിലോട്ടെന്ന് പറഞ്ഞു. അപ്പം ഇവനെ വേറെ ആരോ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോനെ വഴിയിട്ട് കോളേജിൽ അന്വേഷിച്ചൊക്കെ ചെന്നു, ബാലഭാസ്കരൻ കൊല്ലും എന്ന് പറഞ്ഞു. അത് അവളുടെ പഴയ അതവർ ഒരുപാട് ഈ സിനിമാ കഥ പോലെയാണ് ഈ കഥ. ഈ അമ്മയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടു കാണുമല്ലോ. കുറച്ച് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, ഈ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹവും അതുപോലെ മാരേജിന് ശേഷം, കല്യാണത്തിന് ശേഷം അമ്മയുടെ അടുത്ത് നിന്നും ഈ മകൻ പതുക്കെ അകന്നു മാറുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമ്മുടെ ബാലഭാസ്കറിന്റെ ഭാര്യയായ ലക്ഷ്മിയെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പുതിയൊരു കുട്ടിയാണ്, ആ കുട്ടി പുതിയൊരു ജീവിതം ആഗ്രഹിക്കുന്ന കുട്ടിയായിരിക്കും. എങ്കിലും ഈ കൂട്ടുകാരൊന്നിച്ച് കൂടിയിട്ടാണ് ഈ ബാലഭാസ്കറിനെ വഴി തെറ്റിച്ച് പല ബിസിനസ്സിലേക്ക് ഇവർ കൊണ്ടുവിടുകയും, ഇപ്പൊ ഹോട്ടൽ പോലെയുള്ള ബിസിനസ്സുകൾ, അവർക്ക് ഈ സംഗീതം മാത്രം പരിചയമുള്ള ബാലഭാസ്കറിന് ഹോട്ടലിലെ ഒരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലേക്കുള്ള സാധനങ്ങളും പാത്രങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയും അതുവഴി അവർ ബിസിനസ് നടത്താമെന്ന് ഉദ്ദേശിച്ചാണ്. പക്ഷെ ഇതൊന്നും പരിചയമില്ലാത്ത ബാലഭാസ്കറിന് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അച്ഛനും അമ്മയും പറയുകയുണ്ടായി. അതൊന്നും കേൾക്കാതെയാണ് അയാൾ ഒരു പിൻബലം ആഗ്രഹിക്കാതെയാണ്, അതൊന്നും കേൾക്കാതെയാണ് അയാൾ ഈ ഇതിലേക്ക് എടുത്തു ചാടിയത് എന്നാണ് അമ്മ പറയുന്നത്. അമ്മയുടെ പല വാക്കുകളും നമുക്ക് കേൾക്കാം. പിന്നെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരിയും ഈ ബാലഭാസ്കറായിട്ടും കാണാറില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ അമ്മ പറഞ്ഞത്. കാണാറില്ല എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് ഒരു 2 വർഷം മുമ്പാണ് ഇവർ തമ്മിൽ കാണുന്നതും ഈ സഹോദരിക്ക് വേണ്ടിയുള്ള ചികിത്സാ ചെലവുകൾ നടത്തുന്നതും ഈ ബാലഭാസ്കറാണ്. അതിനുശേഷം പിന്നെ മൊബൈൽ വാങ്ങിക്കൊടുക്കുകയും ഈ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സഹോദരി. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഡിസബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ചികിത്സ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് അമ്മയായിരുന്നു. അതിനുശേഷം ബാലഭാസ്കർ ചികിത്സ ഏറ്റെടുക്കുകയും ചികിത്സ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ആ ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഈ ബാലഭാസ്കർ ചെയ്തിരുന്നതെന്നാണ് നമുക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമാണ് ഈ അപകടം നടക്കുന്നത്. അപ്പൊ തമ്പിയും അതുപോലെ തന്നെ വിഷ്ണുവാണ് ഈ അപകടത്തിന്റെ ആസൂത്രിതം എന്നാണ് ഈ അമ്മ ആരോപിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് പൊതുവെ ഒരു സ്വഭാവമുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ ഈ ബാലഭാസ്കർ അറിയാതെയാണ് ബാലഭാസ്കറിന്റെ വണ്ടിയിൽ അവർ സ്വർണം കടത്തിയിട്ടുള്ളത്. അത് ബാലഭാസ്കറിന്റെ ഭാര്യ ഇതിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അമ്മയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം അങ്ങനെ ഒരാൾ വഴിക്കിട്ട് കൊല്ലേണ്ടി വരുമ്പോൾ അത് നമ്മൾ എന്തെങ്കിലും മുൻകരുതൽ എടുക്കണമല്ലോ. അപ്പം അവളുടെ വീട്ടിലേക്ക് പോകാൻ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ചെയ്യാവുന്ന എറണാകുളത്താണ് അച്ഛൻ്റെ വീട്. അവിടെ 2 അനിയന്മാരും ഒരു അനിയത്തിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ ദിവസം താമസിച്ചു. അത് കഴിഞ്ഞിട്ട് വീട് അന്വേഷിച്ചപ്പോഴും അച്ഛനാണ് ഓടി നടന്നത്. അവർക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ്റെ പേരിലാണ് ഒരു വീട് വാടകയ്ക്ക് കൊടുത്തത്. ജോലി ഇല്ലാത്തവർക്ക് ആരും വീട് കൊടുക്കത്തില്ല. 2 പേരും പഠിച്ചങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം അങ്ങനെ പൂജപ്പുര തന്നെ ഒരു വീട് എടുത്തു.
അവിടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. എല്ലാം അച്ഛന് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്നത് അമ്മ ശമ്പളം വാങ്ങിച്ച് നേരെ ബാങ്കിലോട്ട് കൊണ്ടിടുന്ന രീതിയായിരുന്നില്ല. ഞങ്ങൾ കിട്ടുന്നത് ഒരുമിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ പണം ചിലവാക്കാനും അച്ഛന് പറ്റി. അതുകൊണ്ട് മോന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, പിന്നെ കൂടെ പോയി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ അസുഖങ്ങൾ വരുമ്പോൾ അവൻ്റെ പുറകെ നടന്ന് ഡോക്ടറെ കാണിക്കുക. വീട്ടിൽ തന്നെ ടൈഫോയിഡ്, ചിക്കൻ ബോക്സ് അങ്ങനെയുള്ള നല്ല വലിയ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അച്ഛനാണ് കൊണ്ടുപോയി ചികിത്സിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. ഇതൊക്കെ അമ്മയടുത്ത് വഴക്കടിച്ച് അച്ഛൻ ഇറങ്ങി പുറപ്പെട്ട് ചെയ്യുന്നതല്ല, അമ്മയുടെയും കൂടെ ആവശ്യമായിട്ടാണ് അച്ഛൻ പോയി ചെയ്യുന്നത്. വീട്ടിൽ ഇരിക്കുന്ന ആളിന് അമ്മ കാവലും, പുറത്ത് പോയവന് അച്ഛൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നടന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അമ്മ ഒരിക്കലും ഒന്നിനും എതിരായിരുന്നില്ല, എല്ലാം ചെയ്യുന്നതിന് കൂടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ആൽബമൊക്കെ ചെയ്യുന്നപ്പോൾ ഞാൻ ഒരു ഭക്തിഗാന കാസറ്റ് ചെയ്തപ്പോൾ അവനെ കൊണ്ടാണ് അത് ചെയ്യിച്ചത്. ആ ആൽബത്തിൽ എൻ്റെ ലിറിക്സ് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്തു. പിന്നെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. പിന്നെ വിവാഹശേഷം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മാവൻ്റെ അടുത്ത് റെഗുലറായിട്ട് വന്ന് പിന്നെ പഠിക്കാൻ തുടങ്ങി. ഇവിടെ ഭാര്യയും വരാറുണ്ടായിരുന്നു. അമ്മൂമ്മയും അമ്മാവനും ചിറ്റമ്മരും എല്ലാവരുമായിട്ട് അവൾ സംസാരവും എല്ലാവരെയും കാണാറുണ്ടായിരുന്നു. അവരുടെയൊക്കെ മക്കളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞാനുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഈ വലിയ പ്രോഗ്രാമും കൂടുതൽ ലക്ഷങ്ങളും ഒക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് പിന്നെ അവർക്ക് ആ വീട്ടുകാർക്ക് സ്ഥലം വാങ്ങിക്കണം, വീട് വയ്ക്കണം, അവരുടെ ജീവിതം സേഫ് ആവണം എന്നൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് പേടിയായിരുന്നു, സംഗീതം ഇല്ലാതാവുകയാണ്. അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം മുഴുവൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ചിലവാക്കിക്കൊണ്ടിരുന്നത്. പഠിത്തം മുന്നോട്ട് പോകുന്നില്ല. MA ഒക്കെ കഴിച്ചു കൂട്ടി, അതും ഒരു 2nd ക്ലാസ്സിലൊക്കെ ഒതുങ്ങി. അതിനപ്പുറത്തോട്ട് പഠിക്കുന്നതിനെ പറ്റിയോ ഒരു ജോലിക്ക് ശ്രമിക്കുന്നതിനെ പറ്റിയോ ഒന്നും ശ്രദ്ധിച്ചില്ല. പണം ഉണ്ടാക്കുക, പ്രോഗ്രാമിനൊക്കെ പോകുമായിരുന്നു, അത് എല്ലാവരുടെയും ആവശ്യമായിരുന്നത് കൊണ്ട് പ്രോഗ്രാമിനൊക്കെ പോയി അവസാനം 5 ലക്ഷം വരെ കിട്ടുന്ന അവസ്ഥയിലെത്തി. വീട് വലുതായിട്ട് വെച്ചു. അതും അച്ഛനും അമ്മാവനും ഒക്കെ പറഞ്ഞു, വീട് എപ്പോഴും ഒരുപാട് കടം ഉണ്ടാക്കാതെ ഒരു രീതിയിൽ വേണം വയ്ക്കാൻ, എമർജൻസി വരുമ്പോൾ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. അത് കേട്ടില്ല, വലിയ വീട് വച്ചു. വില കൂടിയ വാഹനങ്ങളൊക്കെ വാങ്ങിച്ച് മാറി മാറി ഒന്ന് വിൽക്കും, വേറൊന്ന് വാങ്ങിക്കും. അങ്ങനെയൊക്കെ ആഡംബരമായിട്ട് തന്നെ ജീവിതം ഒന്നിന് പോയി. ബെൻസ് അവസാനം ഒരു BMW വരെ അഡ്വാൻസ് കൊടുത്ത് അവന് സാൻഡ്രോയിൽ തുടങ്ങിയതാണ്, അതിങ്ങനെ വിൽക്കും. അങ്ങനെ ഒരു ആഡംബര ജീവിതത്തിനൊക്കെ പോയത് ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഒരു സ്ഥിര വരുമാനം അല്ലല്ലോ. സ്ഥിര വരുമാനം അല്ലാതെ എപ്പോഴും നമ്മൾ ഈ ഒരു വയലിനിസ്റ്റിന് പ്രോഗ്രാം കിട്ടും, അത് തന്നെ അവർക്ക് മനസ്സിലായി. വെള്ളപ്പൊക്കം വന്നപ്പോൾ ഉള്ള പ്രോഗ്രാമൊക്കെ ക്യാൻസലായി. അപ്പം തന്നെ അതിൻ്റെ ഒരു വിഷമമൊക്കെ തോന്നി തുടങ്ങി. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോയ ശേഷമാണ് അതിന്റെ പിറ്റേ ദിവസമാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോയത് എന്ന് പറഞ്ഞാൽ അവിടെ കുട്ടിയും ഭാര്യയുമായിട്ട് പോയ ബാലഭാസ്കർ തൊഴുത് റൂമിലേക്ക് തിരിച്ചു വരികയും റൂമിൽ നിന്നും പെട്ടെന്ന് യാത്ര നടത്തണം, തൃശ്ശൂരേക്ക് പോകണം എന്നുള്ള യാത്ര ചെയ്യണമെന്ന് ഡ്രൈവർ വിഷ്ണു പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പെട്ടെന്ന് യാത്ര തിരിക്കുകയുമായിരുന്നു. അപ്പം എല്ലാം നിയന്ത്രിച്ചിരുന്നത് ഇവരെ കൂട്ടുകാരായിരുന്നു, ബാലഭാസ്കറിന്റെ കൂട്ടുകാരായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. പിന്നെ പല കാര്യങ്ങളും അമ്മ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് വാക്കുകളിലൂടെ അമ്മയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അച്ഛൻ ചോദിച്ചു, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ, പണം വല്ലതും വേണ്ട, ഞാൻ കുറേ പേർക്കൊക്കെ പണം കൊടുത്തു. അപ്പോഴാണ് ഈ കൊടുത്തതിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. പൈസ കുറേ പേർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. 10 ലക്ഷം വരെ പൂന്തോട്ടത്തിൻ്റെ മോന് ഓസ്ട്രേലിയയിൽ എവിടെ പഠിക്കാൻ പോകുന്നതിന് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നവരൊക്കെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു തരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ഈ പണത്തിൻ്റെ കുറേ ഇടപാടുകളുണ്ട്. വിഷ്ണു സോമസുന്ദരത്തിന് അവൻ്റെ എന്തോ ബിസിനസ്സിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു. അപ്പോൾ അച്ഛന് തരേണ്ട സന്ദർഭം ഞാൻ പറയാം, ഞാൻ ഗ്രാമിക്ക് വേണ്ടി ഒരു വർക്ക് ചെയ്യും, അപ്പോഴച്ഛൻ എന്നെ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയപ്പോൾ ഞങ്ങൾക്ക് വലിയ ഒരു പേടിയായിരുന്നു, ഈ കടം കൊടുപ്പ് പ്രശ്നമാവും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. വിശ്വസിച്ച ഒരു വേറൊരു റെക്കോർഡൊന്നും ഇല്ലാതെയായിരിക്കും കൊടുത്തിരിക്കുന്നത്, അതൊക്കെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ അപകടം പറഞ്ഞപ്പോൾ നമുക്ക് ദുര്യോധന എടുത്തത്. ഭാര്യയ്ക്ക് പങ്കുണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ ഈ അവന് സാമ്പത്തിക ബുദ്ധിമുട്ടങ്ങനെ വരാൻ ആയില്ല. എന്ന് വെച്ചാൽ ഇടയ്ക്ക് 1 വർഷമാണല്ലോ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കൊണ്ട് ഒരു ക്യാൻസലായത്. പക്ഷെ പണം
വലിയ തുകയൊക്കെ ആയി തുടങ്ങിയല്ലോ. കല്യാണത്തിൻ്റെ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ കൂടെയൊക്കെ നടക്കുന്നവർ തന്നെ പ്രോഗ്രാം പിടിച്ചുകൊണ്ടുവരും, അവർക്ക് കമ്മീഷൻ കൊടുക്കണം, അങ്ങനെയൊക്കെ എപ്പോഴും തിരക്കിലായിരുന്നു. ഒരുപാട് ഉണ്ടാക്കാറുണ്ട് ഒരു ഈ ഈവൻറ്റ് മാനേജ്മെൻറ്റ് വഴിയൊക്കെ ഒരുപാട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. 3.5 ലക്ഷമെന്നോ 4 ലക്ഷം 5 ലക്ഷം വരെയൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ അവന് തോന്നി ഇനി ഭാവിയിൽ ഇതുപോലത്തെ ദുരന്തങ്ങളൊക്കെ വരാമല്ലോ, അല്ലാതെ ഒരിക്കലും അവന് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് കാണത്തില്ല. ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചതാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ അവന് വേറെ കൊടുക്കുന്നില്ലല്ലോ, മോൾക്ക് മാത്രം. മോളെന്ന് വെച്ചാൽ ഒന്നിനും ചിലവാക്കിക്കത്തില്ല, അതിൻ്റെ ആഹാരത്തിന് പോലും ഞങ്ങൾക്ക് അധികം ചിലവില്ല, ഡ്രസ്സിനാണ് ഒന്നിനും അവൾ പണം ചിലവാക്കിക്കാറില്ല. വളരെ മിനിമം ആഹാരം. ഞങ്ങളും അതുപോലെ വേറെ ഒരു കാര്യത്തിനും ചിലവാക്കാതെ അങ്ങനെ ഒരു ജീവിതം പോവുകയായിരുന്നു. വളരെ ചെറിയൊരു വീട് വെച്ചു. ഓണക്കോടി മുടക്കാറില്ല. 3 പേർക്കും, അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും കൊണ്ടുവരും. പിന്നെ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പോകും. പക്ഷെ സഹോദരനും സഹോദരിയും കൂടെ ഒന്നും കാണാറേ ഉണ്ടായിരുന്നില്ല. പക്ഷെ മരിക്കുന്നതിന് 2 മാസം മുമ്പ് സഹോദരി ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ വന്ന് കണ്ടു. അവസാനമായിട്ട് അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് കാണാനൊരു അവസരം ഉണ്ടായി. ചേച്ചിയെ കാണണമെന്ന് പുള്ളിക്ക് സാറിനൊരു അടുപ്പം എന്തെങ്കിലും അവിടെ അതിനൊക്കെ തടസ്സങ്ങൾ കാണും. അവൻ എന്നെ മാറ്റി നിർത്താനോ എന്നെ വെറുക്കാനോ എന്നെ മോശമായിട്ട് പറയാനോ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. എന്നോട് സിമ്പതി തോന്നാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അമ്മ എങ്ങനെ ഇത്രയും സഹിച്ചു പോകുന്നു, അമ്മ എങ്ങനെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ചേച്ചിയുടെ പ്രശ്നങ്ങൾ തന്നെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്ന് മനസ്സിലാവുന്ന മോനാണ്. എന്നെപ്പറ്റി ശരിക്കും അച്ഛനേക്കാളും കൂടുതൽ മനസ്സിലാകുന്നത് മോനാണ്. അങ്ങനെയുള്ള മോനെ മനഃപൂർവ്വം മാറ്റി എല്ലാവരും കൂടി കൊണ്ടുപോയതാണ്. അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ്. ഒരു കൂട്ടുകാരനെ വീഡിയോ എന്തോ എടുക്കാൻ ആൾ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്ത ആൾ അതിൽ നിന്ന് പിന്മാറി. കലാകാരൻ എന്ന് പറഞ്ഞ ഒരാൾ നല്ലൊരു വർക്ക്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു വർക്ക് ഇവനെ കൊണ്ട് ചെയ്യിച്ചതാണ്. അപ്പോൾ ഇവൻ കടുംപിടുത്ത ആ കൂട്ടുകാരനെ കൊണ്ട് തന്നെ വീഡിയോ ചെയ്യിക്കണം. അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. സത്യം ഓഡിയോസും ഈസ്റ്റോസ് വിജയനും ഒക്കെ അത് വില പറഞ്ഞതാണ്. വില പറഞ്ഞിട്ട് അവർ പറഞ്ഞ തുകയേക്കാളും കൂടുതൽ വേണമെന്ന് ഇവർ നിർബന്ധം പിടിച്ചു. എന്ന് വെച്ചാൽ ഈ കൂടെ വർക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും വലിയ തുക വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വിൽക്കാതെയായി. അപ്പം അവൻ്റെ ജീവിതത്തിലെല്ലാം ഈ കൂട്ടുകാർ കാരണം നഷ്ടപ്പെട്ടതേ ഉള്ളൂ. അവർക്ക് ആത്മാർത്ഥതയില്ലായിരുന്നു എന്നുള്ളത് പിന്നെ പല സന്ദർഭത്തിലും അവന് മനസ്സിലായിട്ടുണ്ട്. തന്നെ അനുഭവിക്കുകയായിരുന്നു ഒരു കുടുംബജീവിതവും കഷ്ടപ്പാടും. ഈ പറയുന്ന ഈ വിവാഹത്തിന് മുന്നിട്ട് നിന്ന ഇവളെ പരിചയപ്പെടുത്തി കൊടുത്ത തമലൻ ജോയി വരെ 8 വർഷം പിണക്കത്തിലായിരുന്നു. ഇഷാൻ ദേവ് എന്ന് പറയുന്ന ആളാണ് തിരുവല്ലത്ത് വെച്ച് കല്യാണത്തിനൊക്കെ മുൻകൈ എടുത്ത് നിന്നതും അവൻ്റെ ബന്ധു വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയൊക്കെ ചെയ്തത്. ആ ഇഷാൻ ദേവ് ഒരു ഘട്ടത്തിൽ പിണക്കത്തിലായിരുന്നു. ഇവരെല്ലാം പിണങ്ങി നിന്നിട്ടും പിന്നെ അവൻ്റെ അടുത്ത് എങ്ങനെ കൂട്ടുകൂടി വന്നു എന്നുള്ളത് അറിയില്ല. എന്തു പറഞ്ഞ് പിന്നെയും കൂടി, എന്തിനു വേണ്ടി കൂടി എന്നൊന്നും അറിയില്ല. അതാണ് പറഞ്ഞത്, ദുരൂഹതകൾ മാത്രം നിറഞ്ഞ ഒരു നിഷ്കളങ്കത കൊണ്ട് ചെയ്യേണ്ട ഒരു കൈകാര്യം ചെയ്യുന്ന ഒരാളിന് ഗതികേട് കൊണ്ട് ഇതുപോലെ കുറേ കലാകാരന്മാർ കുറേ ആളുകളെ കിട്ടി. അതുകൊണ്ട് അവനെ നശിപ്പിച്ച് അവനുമായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ളവരെ നശിപ്പിച്ച് എല്ലാവരുടെയും മനസ്സമാധാനവും കെടുത്തി. ഈ സഹോദരൻ്റെ പോലും മരണത്തിന്, സഹോദരൻ എന്ന് പറഞ്ഞാൽ ഗുരുവും അമ്മാവനുമായ ബി ശശികുമാർ, ആ മരണത്തിന് പോലും 74 വയസ്സായെങ്കിലും അതൊരു അകാല മരണമെന്നേ ഞങ്ങൾക്കും തോന്നുന്നുള്ളൂ. വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ഇപ്പം തൽക്കാലം പറയാനില്ലായിരുന്നു. അങ്ങനെ എല്ലാത്തിനും കാരണക്കാരായ സുഹൃത്ത് വലയമാണ് അവനുണ്ടായിരുന്നത്. സുഹൃത്തുക്കളോ പിന്നെ ബന്ധുക്കളെന്ന് പുതിയതായിട്ട് കൂടിയ അവർ ഒരു പൂന്തോട്ടത്തിൽ അവരൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് പറയുന്നത് അച്ഛനമ്മമാർ സ്നേഹം കൊടുത്തില്ല, ഞങ്ങളാണ് അത് കൊടുത്തത്, ഞങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു. അങ്ങനെ അവരെന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. അവിടെ ചെന്ന് താമസിക്കുന്നത് അതുകൊണ്ടാണ്. അവരാവോളം സ്നേഹം കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ കളഞ്ഞിട്ട് അവിടെ പോയത്. ഈ അവസാനമൊക്കെ അവന് വിഷമം തോന്നിയിട്ടുണ്ട്. സഹോദരി എന്ന് പറയുന്ന ആൾ വളരെ ഡിപ്രസ്ഡായിരുന്നു. പല ഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞാൽ അവളൊരു ചികിത്സയ്ക്കോ ഒന്നിനും സമ്മതിക്കാത്ത ഒരു രീതിയായിരുന്നു. പക്ഷേ സഹോദരൻ പറഞ്ഞപ്പോൾ അവൾ ഇറങ്ങി പുറപ്പെട്ടു ചികിത്സയ്ക്ക്. അങ്ങനെ ഒരു സഞ്ജീവനി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചികിത്സയ്ക്കായിട്ട് കൊണ്ടാക്കി.
അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞു, ഇനി എൻ്റെ സഹോദരിയുടെ ചികിത്സ ചിലവ് മുഴുവൻ ഞാനാണ് വഹിക്കുന്നത്, എൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ഈ ചികിത്സ, അപ്പോൾ ഡോക്ടർ അച്ഛൻ്റെ നിന്നൊന്നും വാങ്ങിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല, സാമ്പത്തിക സഹായത്തിനല്ല, അവൻ്റെ വാക്കും അവൻ്റെ ഇടപെടലും ഞങ്ങൾക്ക് പ്രയോജനം ചെയ്തു. അതുകൊണ്ടാണ് അവൻ നിർബന്ധമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു. ഞാൻ ഇവിടുന്ന് പോവുള്ളൂ, ചികിത്സയ്ക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു വാശി പിടിച്ചിട്ടാണ് അന്ന് അവൾ സഞ്ജീവനിയിലേക്ക് ഇറങ്ങിയത്. അവൾക്കും വളരെ സന്തോഷമായി. സഹോദരൻ അവളുടെ ജീവിതത്തിൽ മടങ്ങി വന്നു, അവളുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ളതൊക്കെ. എന്നിട്ട് അവൾക്കൊരു മൊബൈൽ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇനി തുടങ്ങാവുന്നതേ ഉള്ളൂ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ വായിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനും ചികിത്സ നല്ലപോലെ പോയിട്ട് ഒരു ജീവിതം ഇനി ഉണ്ടാവും എന്നുള്ള ഒരു ധൈര്യമൊക്കെ അവൾക്ക് കൊടുത്ത് എന്തൊക്കെയോ നടക്കുമെന്ന് ഞങ്ങൾക്ക് ഒരു തോന്നലും. ഇത് നമ്മുടെ കാലശേഷവും അവൾക്കാരും ഇല്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു. ഒറ്റപ്പെട്ടൊരു ആരും ഇല്ലാത്ത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുണ്ട്, സഹോദരങ്ങൾ, എൻ്റെ സഹോദരങ്ങളും എല്ലാം അവൾക്ക് വേണ്ടി എന്തും ചെയ്യും. വീട്ടിൽ ആദ്യം ഉണ്ടായ മോള്, പക്ഷേ അവൾ ആരുമായിട്ടും അടുപ്പത്തിലല്ലായിരുന്നു. ആരെയും കാണുന്നത് ഇഷ്ടമല്ല, പുറത്തോട്ടിറങ്ങാത്ത ഒരു സന്ദർഭത്തിലാണ് അവൻ വന്നത്. ഞങ്ങൾക്കൊരു പുനർജന്മം ഉണ്ടായതുപോലെ. എപ്പോഴും സഞ്ജീവനിയിൽ വരും, ഈ ചികിത്സാ കാര്യങ്ങൾ അന്വേഷിക്കും, മൊബൈലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്, വൈഫൈയുടെ കാര്യമെല്ലാം പറഞ്ഞു കൊടുത്ത്, ഇതൊന്നും ഉപയോഗിക്കാതെയൊക്കെ ഇരിക്കുന്നവളായിരുന്നു, അതെല്ലാം പറഞ്ഞു കൊടുത്ത് അവളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ വരികയായിരുന്നു. 14 ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഇടുത്തിയായിട്ട് ആക്സിഡൻറ്റ് നടന്നത്. സെപ്റ്റംബർ 24. അതും ആക്സിഡൻറ്റ് 3:45 മണിക്ക് നടന്നിട്ട് 5:45 മണിക്കാണ് ഞങ്ങളെ വിളിച്ചു പറയുന്നത്. ഈ അച്ഛനുമായിട്ട് തമ്പിക്കൊന്നും ഒരു വിരോധവുമില്ല. ഞങ്ങൾ എവിടെയാണെന്ന് തമ്പിക്ക് ബാലു പോകുന്ന വഴിയെല്ലാം തമ്പിക്കറിയാം. എവിടെ പോയി, എന്ത് ചെയ്തു, ചേച്ചിയുടെ ചികിത്സ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു വീട്. ഞങ്ങളൊരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്കെന്ന് വെച്ചാൽ മക്കളൊക്കെ ഇങ്ങനെ, മോളൊരു വശത്ത് ഇങ്ങനെ, മോൻ വേറൊഴുക്ക് പോയി, ഞങ്ങൾക്കൊരു ജീവിതത്തിനെ പറ്റി പിന്നെ ചിന്തിക്കാനില്ലാത്തതുകൊണ്ട് തൽക്കാലം സുരക്ഷിതമായിട്ടൊരു വീട് വേണം, അത്ര മാത്രമേ ഞങ്ങൾ കരുതിയുള്ളൂ. അപ്പോൾ കാറ് വരാനുള്ളൊരു അസൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ഞങ്ങൾക്കൊരു വീടിനെ പറ്റിയും ചിന്തിച്ചു. അച്ഛൻ സ്ട്രോക്കൊക്കെ വന്ന് കാണാം, അച്ഛന് പെട്ടെന്ന് എമർജൻസിയിൽ ഒരു ഹോസ്പിറ്റലിൽ പോകണം, ആംബുലൻസ് കൊണ്ടുവരണം, അതുകൊണ്ട് ഈ വീട്ടിൽ താമസിച്ചാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു വീടുമൊക്കെ അന്വേഷിച്ചു തുടങ്ങി. 90 ലക്ഷം വരെയുള്ള ഫ്ലാറ്റോ വീടോ എന്തൊക്കെ അന്വേഷിച്ചു. അപ്പോഴൊക്കെ തമ്പി കൂടെ കാണും. സഞ്ജീവനിൽ തമ്പി കൂടെയുണ്ട്, എല്ലാ സ്ഥലത്തും തമ്പി കൂടെയുണ്ട്. അപ്പോൾ അവൻ്റെ നീക്കങ്ങൾ, അവൻ്റെ സംസാരം, അവൻ്റെ ഇടപെടലെല്ലാം തമ്പിക്കറിയാം. അതൊക്കെ വീട്ടിലും കൂട്ടുകാരുടെ ഇടയ്ക്കും ചർച്ചയായി കാണും. പെട്ടെന്ന് അവൻ ഞങ്ങൾക്ക് വേണ്ടി കോടികൾ ചിലവാക്കാൻ, 90 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 കോടിയുടെ അടുക്കുമല്ലോ, ആ ചിലവ്, സഹോദരിയുടെ ചികിത്സ ഏക്കാൻ പോണു, ഇങ്ങനെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് അവരുടെ ഇടയ്ക്കൊക്കെ ഒരു സംസാര വിഷയമായി കാണും. കുട്ടിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ കരുതണമെന്നോ, അല്ലെങ്കിൽ വല്ലവർക്കും കൊടുത്തതൊക്കെ തിരിച്ച് കിട്ടണമെന്നോ, അല്ലെങ്കിൽ യാത്രകളൊക്കെ ഒഴിവാക്കണമെന്നോ എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങളോടും പറഞ്ഞു, ഞാൻ ഇനി ഈ വിദേശ യാത്രയൊക്കെ ഒഴിവാക്കുകയാണ്, ഈ കല്യാണ പ്രോഗ്രാം അതുപോലത്തെ പ്രോഗ്രാമൊക്കെ ഉപേക്ഷിച്ചിട്ട് ശാസ്ത്രീയ സംഗീതത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. കച്ചേരികൾ വായിക്കും, അമ്മാവിൻ്റെ കൂടെയും. പിന്നെ ക്ലാസ്, അത് ഞങ്ങളെപ്പോഴും പറയായിരുന്നു, എനിക്കൊരു സ്കൂൾ തുടങ്ങാം. പിന്നെ കൂട്ടുകാരി അടുത്ത കാലത്ത് ഇവനെ പ്രേരിപ്പിച്ചിട്ട് ഹോട്ടൽ, കൂട്ടുകാരൻ ചേർന്നിട്ട് വീടുകളെടുത്തിട്ട് അവിടെ ഷെഫിനെ അന്വേഷിച്ചു, പാത്രങ്ങളെടുത്തു, 80,000 രൂപയോ വാടകയ്ക്കൊക്കെ. അപ്പോൾ അതിങ്ങനെ ഓരോ വീടുകളൊക്കെ കാണാം. അതും ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഒരു കൂട്ടുകാരനും അവനുമായിട്ട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, നിനക്ക് വേറെ പണിയില്ലേ, നിനക്കൊരു നല്ല വിദ്യ അറിയാലോ, അതല്ലാതെ ഇതിനുപോലുള്ള ബിസിനസ്സൊക്കെ നിന്നെക്കൊണ്ട് പറ്റുന്നതല്ല. അതൊക്കെ എന്തൊക്കെ പ്രേരിപ്പിക്കുകയാണ് അവനെക്കൊണ്ട് പറ്റുന്നതല്ല ബിസിനസ്. ബാലുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരാജയമെന്നേ എനിക്ക് പറയാൻ പറ്റും. അത് ലോകത്തിൻ്റെ മുമ്പിൽ അവൻ ഞെളിഞ്ഞു നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും. എന്നുവെച്ചാൽ വെട്ടിപ്പിടിച്ചു, എന്തൊക്കെയോ കിട്ടി, നല്ലൊരു കുടുംബജീവിതമായിരുന്നു, ഇത്രയും മാതൃകയായിട്ട് വേറൊരു കുടുംബമില്ലാന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ തനിയെ ഇറങ്ങി തിരിച്ചു, വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അല്ലാതെ അവൻ എന്ന വ്യക്തി, അവൻ എന്ന കലാകാരൻ ഒക്കെ വേണ്ടത്ര ശോഭിച്ചില്ല. അവൻ്റെ ആരോഗ്യവും അവൻ്റെ കലാപരമായ പ്രവർത്തനങ്ങളും ഒക്കെ അതിനുശേഷം നന്നായി എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. മുഴുവൻ പരാജയമായിരുന്നു എന്നേ പറയാൻ പറ്റൂ. കുടുംബം നഷ്ടപ്പെട്ടില്ലേ? ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു നല്ല കുടുംബത്തിന് നഷ്ടപ്പെട്ടു. ഒരിക്കലും
മാറ്റി നിർത്താൻ പറ്റാത്ത കുറേ ബന്ധങ്ങളാണ് അങ്ങനെ പോയത്. മുഴുവനായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ടെങ്കിലും നഷ്ടപ്പെട്ടു. അതുകൊണ്ടുള്ള മനസമാധാനം പോയി. സഹോദരി, അച്ഛൻ, അമ്മ, കുറേ മറ്റ് പല ബന്ധങ്ങളും നല്ല രീതിയിൽ പോയില്ല. കിട്ടിയത് ഇതുപോലെ ഏത് സമയവും പറ്റിക്കുന്ന കുറേ സുഹൃത്തുക്കളും ഒരു കുടുംബവും. അതാണ് സംഗീതത്തിൽ തന്നെ. അതുകൊണ്ടാണ് അവൻ നിരാശനായിരുന്നു. എനിക്കിനി അതൊന്നും ചെയ്യണ്ട, എനിക്ക് സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇഷ്ടംപോലെ ശാസ്ത്രീയമായിട്ട് വായിക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് അവൻ പറഞ്ഞത്. അല്ലാതെ വെട്ടിപ്പിടിക്കണം, പുറത്തൊക്കെ പോകണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും അവന് അവസാനം ഇല്ലായിരുന്നു. അപ്പം എന്തിലെങ്കിലുമൊക്കെ പെട്ടുപോയത് കൊണ്ടാണോ എല്ലാം മടുത്തുപോയി. അതുകൊണ്ട് ഒരു പരാജയം എന്ന് തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും. സ്വർണം മാറ്റുക അല്ലെങ്കിൽ ബാലഭാസ്കറിനെ വകവരുത്തുക എന്നൊരു ലക്ഷ്യം അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ ഇവരെ കൂട്ടുകാരാണ് ഇതെല്ലാം ചെയ്തതെന്നും ആദ്യം പ്രശസ്തിയിലേക്ക് എത്തുന്ന സമയത്താണ് കുറച്ച് ഫിനാൻഷ്യലായിട്ടൊക്കെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ബാലഭാസ്കറിന് ഫിനാൻഷ്യലായിട്ട് ഗ്രോത്ത് ഉണ്ടായ ശേഷമാണ് ബാലഭാസ്കറിന് പല പ്രോഗ്രാമുകൾ കിട്ടുന്നതും ആ പ്രോഗ്രാമുകളുടെ റേറ്റുകൾ 3.5 ലക്ഷം, അതുപോലെ 2 ലക്ഷം, 3.5, 5 ലക്ഷം വരെയൊക്കെ ഒരു പ്രോഗ്രാമിന് ബാലഭാസ്കർ റേറ്റ് വാങ്ങിയിരുന്നെന്നാണ് നമുക്കിന്ന് അറിയാൻ സാധിച്ചത്. അമ്മയുടെ വാക്കുകളിൽ നിന്നും നമുക്കത് വ്യക്തവുമാണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക്. അപ്പൊ ഈ പോകുന്ന വഴിക്ക് നടന്ന ആക്സിഡന്റിൽ നമ്മുടെ കലാഭവൻ ശോഭി ഈ സീനുകളെല്ലാം കാണുകയും ഈ കണ്ട കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനും അതുപോലെ SP-ക്കും മൊഴി കൊടുക്കുകയും ചെയ്തു. പക്ഷേ കലാഭവൻ ശോഭിയെ ഒരു മറ്റൊരു തലത്തിലേക്ക് അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണെന്ന തലത്തിലേക്ക് മാറ്റിയ ശേഷമാണ് ഈ കേസിനെ ഒരു തുമ്പില്ലാതെ ആക്കിയതും ഈ കേസ് ഈ വഴിക്ക് തിരിഞ്ഞ് പിന്നെ യാതൊരു അനക്കമില്ലാത്ത രീതിയിലേക്ക് CBI വന്ന ശേഷവും ഇതൊരു നോർമൽ ആക്സിഡന്റ് ആയിട്ട് കണ്ടുപിടിച്ചു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ CBI ഈ കേസ് കെട്ടിപ്പൂട്ടി തിരിച്ചു പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഈ വിഷ്ണുവിനെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പെരിന്തൽമണ്ണയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നതും ഇവർക്ക് കൂട്ടുന്നതിന് എല്ലാ സഹായം ചെയ്തതിന് വിഷ്ണുവാണ് ഇതിന്റെ ബാക്കിൽ നിന്ന് തെളിയുകയും. അപ്പം നമുക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നും പുറത്തു വരുമെന്ന് നമുക്ക് ഷുവറാണ്. അതിന്റെ പേരിൽ നമുക്ക് പുതിയ തലങ്ങളിലേക്ക് ഈ കേസ് എത്തട്ടെ, അച്ഛനും അമ്മയ്ക്കും നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേസിന് ഒരു തുമ്പില്ലാതെ മാറുകയാണെന്നും അതുപോലെ 5 വർഷത്തിന് ശേഷമാണ് ഈ കേസിന് ഒരു തുമ്പുണ്ടായതും. അത് എങ്ങനെയാണ്? ഈ വിഷ്ണു കുടുങ്ങിയതിനു ശേഷമാണ്. സ്വർണ്ണക്കടത്തിൽ വിഷ്ണു പ്രതിയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിനൊരു തുമ്പുണ്ടാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ ബന്ധുക്കളിൽ നിന്നും ഇത്തരമൊരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ അതാരും ക്രൈംബ്രാഞ്ചോ CBIയോ അത് ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ നമുക്കത് അതിന്റെ ചൂട് പിടിച്ച് ഈ വിഷ്ണുവിന്റെ കേസിന്റെ ആസ്പദമായിട്ടുള്ള ചൂട് പിടിച്ച് ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് ആണ് സാധിക്കുന്നത്. എന്തു തന്നെ ആയാലും ഈ അമ്മയ്ക്കും അച്ഛനും ഒരു നീതി ലഭിക്കട്ടെ, മാന്യമായ ഒരു നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ ഷെസ് ഇന്ന് ചർച്ച ചെയ്തത് ബാലഭാസ്കറിന്റെ ഇനി വരുന്ന കേസന്വേഷണങ്ങളിൽ ഒരു തുമ്പുണ്ടാകാൻ വേണ്ടി നമുക്കൊരു വഴിത്തിരിവാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഇനിയുള്ള അപ്ഡേഷൻ കാര്യങ്ങളും അതുപോലെ പുതിയ ന്യൂസുകളും നമ്മൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതാണ്. അതുവരേക്കും നമ്മൾ നിങ്ങളോട് വിട പറയുകയാണ്. ഇസ്മി സൈനിങ് ഓഫ് ഡോക്ടർ ഷെസ്.